പൂച്ചകൾക്ക് ഡയബറ്റീസ് വരുന്നത് ഇതുപോലെയുള്ള ഡ്രൈ ഫുഡ്സ് കൊടുക്കുന്നതുകൊണ്ടാണ്. 2017 കുറച്ച് സ്വീഡിഷ് റിസർച്ചേഴ്സ് 2000 പൂച്ചകളിലെ ഒരു പഠനം നടത്തി. ഡ്രൈ ഫുഡ് കൂടുതലായി കഴിക്കുന്ന പൂച്ചകളിലെ ഡയബറ്റീസ് വരാനുള്ള സാധ്യത 3.8 ഇരട്ടി കൂടുതലാണെന്ന് അവർ കണ്ടെത്തി. ഇതങ്ങനെ വലിയ ന്യൂസായി. അങ്ങനെ പലരും ഡ്രൈ ഫുഡ്സ് അവരുടെ പൂച്ചകൾക്ക് കൊടുക്കുന്നത് നിർത്തി തുടങ്ങി. പക്ഷേ ആ റിസർച്ച് പേപ്പറിലും പിന്നീട് വന്ന ഗവേഷണങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈ ഫുഡ് ആയിരുന്നില്ല മറ്റൊരു പ്രധാന പ്രശ്നം അവിടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നെതർലാൻഡ്സിലെ 228 പൂച്ചകളുടെ ഒരു വലിയ പഠനം നടന്നു. അതിൽ അവർ കണ്ടെത്തിയത് മൊത്തം കഴിക്കുന്ന ഫുഡിന്റെ എത്ര ശതമാനമാണ് ഡ്രൈ ഫുഡ് എന്നതിന് ഡയബറ്റീസ് വരുന്നതിനുമായി യാതൊരുവിധ ബന്ധവുമില്ല. 2022 ഒരു വെബ് ജേണലിൽ ഇതിന്റെ റിവ്യൂ വന്നു. അവരും ഇതേ അഭിപ്രായത്തിലെത്തി. സ്വീഡിഷ് പഠനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫ്രീ ഈറ്റിംഗ് ആണ് ഇതിനുള്ള പ്രധാന കാരണം എന്നുള്ളത്. പഠനം നടത്തിയ പല പൂച്ചകളും വീടിനുള്ളിൽ മാത്രം വളരുന്ന പൂച്ചകളായിരുന്നു. അവർക്ക് യാതൊരുവിധ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഉണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യം, പല പൂച്ചകളും ആവശ്യത്തിലധികം കഴിക്കുന്ന സ്വഭാവമുള്ള അല്ലെങ്കിൽ ആർത്തിയുള്ള ടൈപ്പ് പൂച്ചകളായിരുന്നു. അപ്പൊ ഇതുമൂലമുണ്ടായ അമിതവണ്ണവും അതുമായി ബന്ധപ്പെട്ട മെറ്റബോളിക് ഡിസോർഡേഴ്സുമാണ് ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടാവാനായിട്ട് കാരണമായത്. ഡ്രൈ ഫുഡ് കഴിക്കുന്നത് കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. കൃത്യമായിട്ട് അളന്ന് കൃത്യമായിട്ടുള്ള പോർഷൻസ് മാത്രം കൊടുക്കുക. പലപ്പോഴും വെറ്റ് ഫുഡിൽ മിസ് ചെയ്ത് കൊടുക്കുക.